ഹായ് ഓൾ. ഞങ്ങൾ കൊടുങ്ങല്ലൂർ പോയ വീഡിയോ എല്ലാവരും കണ്ടു വിചാരിക്കുന്നു. നമ്മൾ അവിടുന്ന് നേരെ ഇവിടേക്കാട്ടോ വന്നത്. ഇത് തിരുവഞ്ചിക്കുളം ക്ഷേത്രമാണ്. കേരളത്തിലെ ഏകദേശം 5000-ഓളം വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രമാണിത്. പരശുരാമനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നതെന്നാണ് വിശ്വാസം. പ്രധാന ദേവൻ ശിവനാണ്. പിന്നെ 33ഓളം ഉപദേവതകൾ ഇവിടെ കുടികൊള്ളുന്നുണ്ട്. അതിൽ മിക്കവാറും ഉപദേവതകളും ശിവൻ്റെ തന്നെ പല പല രൂപങ്ങളാണ്. പിന്നെ ഇവിടെ ഗംഗാദേവിയുടെ പ്രതിഷ്ഠയുണ്ട്, പാർവതീദേവിയുണ്ട്. ഇതാ ആവിക്കുട്ടി ഓടി വരണം. ഇതാണ് കേട്ടോ ഗംഗാദേവിയുടെ പ്രതിഷ്ഠ. പിന്നെ കൊച്ചിൻ ദേവസ്വത്തിൻ്റെ അണ്ടറിലാണ് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഓഫീസും പിന്നെ ഈ പ്രതിഷ്ഠയാണ് കേട്ടോ കൊന്നേക്കൽ ശിവൻ എന്നറിയപ്പെടുന്നത്. അത് പരശുരാമൻ അവിടെ തപസ് ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് അങ്ങനെ ഒരു പ്രതിഷ്ഠ അവിടെ നടത്തിയത്. ആ കൊന്നമരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എല്ലാ ദിവസവും പൂത്തിരിക്കും കേട്ടോ. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യവും പള്ളിയറ പൂജയുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നട അടച്ച സമയമാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വേഗം പോകുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അവിടുന്ന് തൃപ്രയാറിലേക്കാണ് കേട്ടോ പോയത്. ഇനി തൃപ്രയാർ വിശേഷങ്ങളാണ്. തൃപ്രയാറാണ് ആമിക്കുട്ടി അച്ഛനത് പോകുന്ന തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. നാലമ്പല യാത്രയുടെ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ഇതിപ്പോൾ നട അടച്ച സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ ആമിക്കുട്ടിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്സ്. എന്തോരം ടോയ്സാണ് ദൈവമേ. ടോയ്സ് മാത്രമല്ല, ഈ ഡിവോഷണലായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ അവൾ എന്തൊക്കെയോ എടുത്ത് നോക്കുന്നുണ്ട്. എന്തൊക്കെയോ ടോയ്സ് നമ്മൾ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഓരോ കടയിലും കയറി നമുക്കിത് വാങ്ങിയാലോ എന്ന് ചോദിക്കുക കേട്ടോ. ഒരു വിധത്തിലാണ് അവളെ നമ്മൾ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്നത്. നാലമ്പല യാത്ര ശരിക്കും ചെയ്യേണ്ടതായിരുന്നു, നമ്മൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഇപ്പം തൃപ്രയാർ ആണ് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത് കേട്ടോ. അച്ഛമ്മയ്ക്ക് നടക്കാൻ വയ്യ മോളെ എന്ന് പറഞ്ഞത് കൊണ്ട് പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന പാപ്പനോടൊക്കെ മാറി നിൽക്കുക ഞങ്ങൾക്ക് മുന്നേ പോകണമെന്ന് പറഞ്ഞിട്ട് വലിച്ചു കൊണ്ടുപോകാൻ കേട്ടോ. എന്താ അവിടെ ഈ രാമായണ മാസാചരണത്തിൻ്റെ ഈ വായനകളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം അവിടെയാണ്. പിന്നെ ഇതാ നടയാണ്. ആമിക്കുട്ടി അതിൽ ഓടി കളിക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലമുണ്ടല്ലോ. പിന്നെ ഇവിടുത്തെ പ്രധാനം മീനൂട്ട്. നട തുറന്ന സമയമായിരുന്നെങ്കിൽ ആ മീനൂട്ടിലൊക്കെ പങ്കെടുക്കുകയായിരുന്നു. നല്ല രസമാണ്. കണ്ടില്ലേ, വലിയ മീനുണ്ട് അവിടെ. അവൾക്ക് എങ്ങനെയെങ്കിലും ഗേറ്റും തുറന്നിട്ട് ആ മീനിൻ്റെ അടുത്തേക്കൊന്ന് പോകാൻ വേണ്ടി നിൽക്കാട്ടോ. എന്നോട് ചോദിച്ചു, നമ്മൾ കഴിഞ്ഞ കൊല്ലം ഫുഡെല്ലാം കൊടുത്തല്ലോ, ഇപ്രാവശ്യം എന്താ കൊടുക്കാത്തതെന്ന് കേട്ടോ. ആമിക്കുട്ടി മണ്ണിൽ ഞങ്ങൾ പേരൊക്കെ എഴുതി കളിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നു. അവിടെയും നട അടച്ച സമയം തന്നെയായിരുന്നു. പിന്നെ വൈകുന്നേരം ഒരുപാട് ടൈമാവും. പിന്നെ കുറച്ച് ടോയ്സും കുറേ പലഹാരങ്ങളും ഒക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ തൃപ്രയാറിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.